ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 2-3 ദിവസമായിട്ട് റെയിൽവേ സെക്ടറിലുള്ള ഒരുപാട് സ്റ്റോക്കുകൾ ഒരു ചെറിയ തരത്തിലുള്ള പുൾ ബാക്ക് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. സോ അതിൽ IRFC, RVNL, റെയിൽടെൽ, ടെക്സ്മാക്കോ എല്ലാം തന്നെ ഈ IR കോൺ ആണെങ്കിൽ പോലും എല്ലാം നല്ല രീതിയിലൊരു ഒരു പുൾ ബാക്ക് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. സോ പക്ഷേ ഇതിൽ തന്നെ ഈ റെയിൽവേ സെക്ടറിലുള്ള എല്ലാ സ്റ്റോക്കുകളും പുൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ചിലതെല്ലാം ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ചിലത് മാത്രമാണ് നല്ല രീതിയിൽ മേലേക്ക് പോകാൻ സാധ്യതയുണ്ടാവുക. സോ അതിന് നമ്മൾ അത്തരം സ്റ്റോക്കുകളുടെ വാല്യുവേഷനും അതിൻ്റെ ഫെയർ വാല്യൂ എവിടെ എന്നുള്ളത് കണ്ടുപിടിക്കുക തന്നെ വേണം. സോ RVNLൻ്റെ ആണെങ്കിലും IRFCയുടെ ഒക്കെ ആണെങ്കിലും 1-2 വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൽ ആരൊക്കെയോ റെയിൽടെല്ലിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ അനലൈസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് റെയിൽടെല്ലാണ്. സോ റെയിൽടെല്ലിൻ്റെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് പോലെ 4 ഘട്ടങ്ങളായിട്ടാണ് അനാലിസിസ് കംപ്ലീറ്റ് ആക്കുക. ഒന്നാമത്തേത് അതിൻ്റെ നെയ്ക്ഡ് പ്രൈസ് ആക്ഷൻ ചാർട്ട് നോക്കും. എന്നിട്ട് എന്തൊക്കെയാണ് അതിലുള്ള വരുന്ന ഇൻഡിക്കേഷൻസ് നോക്കും. രണ്ടാമത്തേത് നൈസ് ട്രേഡിൻ്റെ ലിക്വിഡിറ്റി ലെൻസ് ടൂൾ യൂസ് ചെയ്തിട്ട് എവിടേക്കാണ് ഓർഡർ ബ്ലോക്ക് ഉള്ളത്, ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ഉള്ളത്, അതുപോലെ തന്നെ എവിടേക്കാണ് ലിക്വിഡിറ്റി സോൺ ഉള്ളത് എന്നുള്ളത് കൂടി നോക്കും. സോ അത്തരം സോണുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരം സോണുകളിലുള്ള പ്രൈസ് നോക്കിയിട്ട് നമുക്ക് വാല്യുവേഷൻ കൂടി ചെയ്യാവുന്നതാണ്. സോ മൂന്നാമത്തേത് നമുക്കറിയാവുന്ന പോലെ തന്നെ FII DII ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ബിഗ് പ്ലെയേഴ്സ് എന്താണ് ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള അവരുടെ നിലപാട് എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരം അനാലിസിസ് ചെയ്യുന്നത്. നാലാമത്തേത് എന്ന് പറയുന്നത് വാല്യുവേഷൻ, അൾട്ടിമേറ്റ്ലി ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റഫ് എന്ന് പറയുന്നത്. സോ എപ്പോഴും നമ്മൾ ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ സ്റ്റോക്കുകൾ ഡിസ്കൗണ്ടിൽ വാങ്ങിച്ചിട്ട് അതിൻ്റെ മാർജിൻ ഓഫ് സേഫ്റ്റി എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വാല്യൂ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. സോ ഡിസ്കൗണ്ടിൽ ഒരിക്കലും മൊണോപോളി സ്റ്റോക്സ് കിട്ടില്ല, അത് നമ്മളുടെ വ്യാമോഹം മാത്രമാണ്. പക്ഷേ എത്രത്തോളം എന്താ പറയുക, ഫെയർലി വാല്യൂഡ് ആയിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ എത്രത്തോളം കുറഞ്ഞ പ്രീമിയത്തിൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റുമോ, ദാറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. സോ റെയിൽടെല്ലിൻ്റെ വാല്യുവേഷൻ കൂടി നമ്മൾ നോക്കുന്നതാണ്. സോ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വാല്യൂ ഇൻവെസ്റ്റിങ്ങിലും നല്ല രീതിയിൽ ക്വാളിറ്റി സ്റ്റോക്സ് സ്വിംഗ് ട്രേഡിലേക്ക് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ വാല്യൂ പ്രൈസിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക. സോ ലെറ്റ്സ് ഗോ ദെയർ ആൻഡ് അനലൈസ് ഈച്ച് സ്റ്റഫ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് റെയിൽടെല്ലിൻ്റെ നെയ്ക്ഡ് പ്രൈസ് ആക്ഷൻ അനാലിസിസ് ആണ്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ ആ സപ്പോർട്ടിൻ്റെ ഏരിയയിൽ നിന്ന് ചെറിയൊരു ബൈ ബാക്ക് നടക്കുന്നുണ്ട്, ഒരു ബൈയിങ് നടക്കുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി എ പുൾ ബാക്ക് ഓർ മേ ബി എ റിവേഴ്സൽ. അതെന്താണെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ എങ്ങനെയാലും കുറച്ച് ബൈയിങ് ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 1-2 ആഴ്ചയായിട്ട് സ്റ്റോക്ക് ഒരു ഏകദേശം 25% റിട്ടേണും കൊടുത്തിട്ടുണ്ട്. സോ നൈക്ഡ് പ്രൈസ് ആക്ഷൻ നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് വരക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് എപ്പോഴും പ്രൈസ് ആക്ഷൻ അറിയുന്ന ആളുകൾക്ക് അറിയാം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് അതൊരു ശരിക്കുള്ള ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ, റിയൽ ബ്രേക്ക് ഔട്ട് ആണ്, ഫേക്ക് ഔട്ട് അല്ലാത്ത ഒരു റിയൽ ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് റിട്ടേൺ കിട്ടാവുന്ന ഒരു അടിപൊളി ബ്രേക്ക് ഔട്ട് ആണ് ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് കാലങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് പാറ്റേൺ കൂടിയായിരിക്കും ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് നിന്ന് ആദ്യം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഏർലി എൻട്രി പോസിബിൾ ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഫെയർലി വാല്യൂഡ് ആയിട്ടായിരിക്കും നമ്മൾ ആ ട്രയാങ്കിൾ ഏരിയയിൽ നിന്ന് നമുക്ക് എടുക്കുന്നത്. മിക്കപ്പോഴും റീറ്റെയിലേഴ്സിന് ഏത് സ്റ്റോക്ക് ആയിക്കോട്ടെ, റീറ്റെയിലേഴ്സ് ഇതൊരു ബ്രേക്ക് ഔട്ട് ആയിട്ട് കാണുക എന്ന് പറയുന്നത് ഇവിടുന്നായിരിക്കും. ലൈക്ക് ഇവിടെ എത്തി, ഈ സ്റ്റോക്ക് ഇവിടെ എത്തി, ഇവിടുന്ന് മേലെ കയറുമ്പോഴേക്ക് ഏകദേശം പാർട്ടി ഓവറായി പോയിട്ടുണ്ടാവും. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും സപ്പോർട്ട് ഒന്ന് വാങ്ങിയിട്ട് അവർ റെസിസ്റ്റൻസ് എത്തുന്ന സമയത്താണ് വിൽക്കുക. സോ ദേ വിൽ സെൽ ദി സ്റ്റഫ് ഹിയർ. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കും ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ റീറ്റെയിലേഴ്സ് ബ്രേക്ക് ഔട്ട് ആണ് എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഓവർ വാല്യൂഡ് ആയി പോകുന്ന സ്റ്റോക്കുകൾ അവർ വിറ്റ് ഒഴിവാക്കുകയാണ് ചെയ്യുക. സോ ദർ ഈസ് ആക്ച്വലി നോ ഫേക്ക് ഔട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ സ്റ്റോക്സ്. മിക്ക സ്റ്റോക്കുകളിലും ഫേക്ക് ഔട്ട് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഓവർ വാല്യൂഡ് ആയി പോകുന്ന സമയത്ത് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആവുന്നതാണ് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത്തരം സമയത്തായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ മിക്ക സമയത്തും നമ്മൾ വാങ്ങിച്ച ഉടനെ തന്നെ സ്റ്റോക്ക് താഴെ പോയി എന്ന് പറയുന്നത്. കാരണം റീറ്റെയിലേഴ്സ് എപ്പോഴും ഇത്തരത്തിലുള്ള ബ്രേക്ക് ഔട്ടുകളാണ് നോക്കുക. സോ നിങ്ങൾ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് കിട്ടുന്ന ട്രയാങ്കിൾ അവിടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പം മിക്കവാറും നല്ല ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള റേഞ്ചിലായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ ഒരു പ്രതിഭാസം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു സംഗതി നോക്കിയാൽ മതി. ഇവിടെ യു ക്യാൻ സീ ഹിയർ
ആൻഡ് ഫോർ ക്ലാരിറ്റി നമുക്ക് അതിൻ്റെ ഒരു പ്ലേ ബാക്ക് എടുത്ത് നോക്കാം. സോ ആസ് ഐ ടോൾഡ് യു ഏർലി, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ റീറ്റെയിലേഴ്സ് ഇത് ബ്രേക്ക് ഔട്ട് ആയി എന്ന് പറയാം ഇല്ലേ. ഒരു ചാനൽ പാറ്റേൺ ആകുമ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് എല്ലാവരും എൻട്രി എടുക്കും. ഓക്കെ, ദിസ് സ്റ്റോക്ക് ഈസ് ബ്രോക്കൺ ഔട്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു എൻട്രി ഒക്കെ വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം ഒരു ടാർഗറ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യും. ബട്ട് വാട്ട് ഹാപ്പൻ റിയലി, ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് നേരെ താഴേക്കാണ് വരുന്നത് സ്റ്റോക്ക്. കുറച്ച് റിട്ടേൺ വന്നിട്ട് നമ്മൾ ടാർഗറ്റ് ഒന്നും ഹിറ്റ് ചെയ്യാതെ നേരെ താഴെ വന്നിട്ട് ആണ് സ്റ്റോക്ക് ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്നത്. സോ എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളുകൾ, ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യും. കാരണം അവർ വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് ആ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ബ്രേക്ക് ഔട്ടുകൾക്ക് പകരം ഇവിടുന്നൊക്കെയുള്ള ഇതുപോലത്തെ ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ടുകൾ പിടിക്കാൻ നോക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ഇപ്പോഴത്തെ ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് ഇൻടാക്റ്റ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും നമുക്ക് മറ്റ് അനാലിസിസിലേക്ക് കൂടി പോകാം. സോ വി ക്യാൻ ടേൺ ഓൺ ദി ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് ഓഫ് നൈസ് ട്രേഡ്. അപ്പോൾ അതിൽ നമുക്കറിയാം അത്യാവശ്യം നല്ല ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്കുകളെല്ലാം കാണാൻ പറ്റും എന്നുള്ളത്. സോ ഇത് ഓണാക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി സോൺ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരു ലിക്വിഡിറ്റി സോണും കാണാൻ പറ്റുന്നുണ്ട്. യു ക്യാൻ സി ഈ രണ്ട് വര റെഡ് ലിക്വിഡിറ്റി സോണുകൾ വളരെ പവർഫുൾ ആണ്. ഗ്രീനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇനി നോക്കാം. ഓക്കെ, ഇതാണ് ഈ ലിക്വിഡിറ്റി സോണുകൾ എന്ന് പറയുന്ന ഏരിയ. സോ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ഏരിയകളിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രൈസ് റിയാക്ട് ചെയ്യും. വിച്ച് മീൻസ് ഇവിടെ നല്ല ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അവിടെ ഫെയർ വാല്യൂ ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ ഈ ഒരു നൈസ് ട്രേഡ് ഇൻഡിക്കേറ്ററിൽ പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി, അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോണാണ്. അവിടെ എപ്പോൾ മാർക്കറ്റ് എത്തുന്നു, ആ ഒരു പ്രൈസിലെത്തുന്നു, ചെറിയ തരത്തിലൊരു റിയാക്ഷൻ പുൾ ബാക്ക് കൊടുത്തിരിക്കും. ആ ഒരു ചെറിയ തരത്തിൽ എന്ന് പറയുന്നതാണ് സ്വിംഗ് ട്രേഡേഴ്സിന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സ്വിങ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി അറൌണ്ട് 10-15% ഓർ 10-20% ഈവൻ അതിനേക്കാൾ മേലെ പുൾ ബാക്ക് കൊടുത്തിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് ഈ പ്ലേ ചെയ്യുമ്പോൾ നോക്കാൻ പറ്റും ഈ ഒരു ഏരിയയിലേക്ക് എപ്പോൾ മാർക്കറ്റ് വരുന്നു, ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വരുന്നു, മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഹൗ ദ ഏരിയ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വീണ്ടും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് സെറ്റായി, അത് റെസ്പെക്ട് ചെയ്ത് പോകുന്നുണ്ടല്ലേ. എപ്പോഴാണോ അങ്ങോട്ട് വരുന്നത് അതിലേക്ക് മാർക്കറ്റ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. നൗ ദ മാർക്കറ്റ് ഹാസ് കമ്മിങ് ഡൗൺ. ഇവിടെ ഒരു ലിക്വിഡിറ്റി സോൺ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തില്ല. ചില സോണുകൾ റെസ്പെക്റ്റ് ചെയ്തില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന താഴെയുള്ള സോണിലേക്ക് പോകും. സോ അത്തരത്തിൽ നമുക്ക് എവിടെയൊക്കെ മാർക്കറ്റിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്ന് കറക്റ്റ് സിഗ്നൽ കാണിച്ചിട്ട് എഴുതിയിട്ട് കാണിച്ചിരുന്ന ടൂളാണിത്. സോ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് SMC കോഴ്സുകൾ 50,000 60,000 ഒക്കെ കൊടുത്തിട്ട് പഠിക്കുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് എനിബഡി പ്രൊവൈഡ് ദിസ് കൈൻഡ് ഓഫ് ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ എന്താ പറയുക, ഇത്തരത്തിൽ ഇങ്ങനെ കാണിച്ചു തരുന്ന വിസിബിലിറ്റി കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആരും തരുന്നതായിട്ട് എനിക്കറിയില്ല. സോ ആർക്കെങ്കിലും ഈ ഇൻഡിക്കേറ്റർ താല്പര്യം ഉണ്ടെങ്കിൽ ബിസിനസ് ആയിട്ട് ട്രേഡിങ്ങിനെ കാണുന്ന ആൾക്കാർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. യു ക്യാൻ ട്രൈ ദിസ് ഇൻഡിക്കേറ്റർ, ഹൗ ഡസ് ഇറ്റ് വർക്ക്. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചൊരു കൊളാബറേഷൻ പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ വന്ന് കിടക്കുന്നത് ഈ ഒരു ലിക്വിഡിറ്റി സോണിലാണ്. സോ അതുകൊണ്ട് തന്നെ മുമ്പൊക്കെ ആ ഒരു ലിക്വിഡിറ്റി സോൺ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ദ റിയാക്ഷൻ വിൽ ബി കണ്ടിന്യൂയിങ്. ഇനി അതല്ല, തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്, 320 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത്. സോ ആസ് ഫാർ ആസ് ഐ എം കൺസേൺ, ഞാൻ ഈ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 316 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പവർഫുൾ ലിക്വിഡിറ്റി സോൺ എന്നാണ് വാങ്ങിക്കുക. കാരണം മുൻപൊരു നല്ല വീഴ്ച വീണ സമയത്ത് കണ്ടില്ല, ഇവിടുത്തെ ലിക്വിഡിറ്റി സീപ്പ് ചെയ്തിട്ടാണ് നല്ല രീതിയിൽ ഇത് പൊങ്ങി പോയിട്ടുള്ളത്. അതിനുശേഷം തന്നിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് നോക്കാം, ഏകദേശം 100% വന്നിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു സോൺ 317 എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി സോണിലേക്ക് വരുന്ന സമയത്താണ് ഞാൻ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അതിന് മുമ്പുള്ള ബ്രേക്ക് ഔട്ടുകളൊന്നും എനിക്ക് അത്ര കൺവിക്ഷൻ എനിക്ക് കുറവാണ് എന്നുള്ളതാണ്. സോ ഇവിടുത്തെ ഈ ഒരു ഓർഡർ ബ്ലോക്ക്, മേലെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കിനെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങോട്ട് വരികയാണെങ്കിൽ മാത്രം ഐ വിൽ ബൈ എന്നുള്ളതാണ്. അതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യുവേഷൻ കൂടിയാണ്. സോ അത് നമ്മൾ അവസാനത്തെ സ്റ്റെപ്പിൽ നോക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ മറ്റു പാരാമീറ്റേഴ്സാണ്. യു ക്യാൻ സി അനാലിസ്റ്റുകളും പറയുന്നത് കുറച്ച് ഡൗൺ ആയി പോകും എന്നുള്ളതാണ്. അതായത് 35% ഡൗൺ സൈഡ് അനാലിസ്റ്റുകൾ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ അകത്തുള്ള അനാലിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ DII ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ഈ ഇന്ത്യയിലെ അകത്തുള്ള അനാലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും DIIസിൻ്റെ പൊസിഷൻസ് ജൂണിന് ശേഷം വളരെയധികം കുറച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. പക്ഷേ FIIC സ്റ്റോക്കിൽ
വളരെ കോൺഫിഡൻ്റ് ആണ്, വിച്ച് ഈസ് എ ഗുഡ് തിങ്. കാരണം FIIs എന്ന് പറയുന്നത് കൂടുതലും ലോങ് ടേമിലേക്ക് വിചാരിക്കുന്ന ആളുകളാണ് നല്ല FIIs ഒക്കെ. സോ ദേ ആർ കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ് സ്റ്റോക്ക് ഇറ്റ് വിൽ റിവേഴ്സ് എന്നുള്ളത്. സോ മേ ബി DIIs ഇനി വാങ്ങിക്കാൻ പോകുന്നത് അവർ പറയുന്ന ഒരു ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 288 ബട്ട് ഐ തിങ്ക് ദർ വിൽ ബി എ ഗുഡ് റിയാക്ഷൻ ഫ്രം 316 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന്. സോ അത്തരം ഏരിയയിൽ വരുമ്പോൾ എത്രയാണ് അതിൻ്റെ ഫെയർ വാല്യൂ എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. അതായത് ഫൈനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ പ്രോമിസിങ് ആണ്. നമുക്കറിയാം മുൻപത്തെ റിസൾട്ടൊക്കെ നമ്മൾ ആനുവൽ റിസൾട്ട് നോക്കുന്ന സമയത്ത് യു ക്യാൻ സീ കൺസിസ്റ്റൻ്റ്ലി നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നമുക്കറിയാം റെയിൽവേ സെക്ടറിൽ ഒരുപാട് മൊണോപ്പൊളി കമ്പനികളുണ്ട്, അതിലൊക്കെ നല്ല രീതിയിൽ റിട്ടേൺ തരുന്ന കമ്പനികളുണ്ട്. സോ ഈ കമ്പനിയും അത്തരത്തിലൊരു കമ്പനിയാണ്. റെയിൽടെൽ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. സോ ഈ കമ്പനിയുടെ വാല്യുവേഷനിലേക്ക് നമുക്കിനി പോകാം. സോ ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 450 ആണ്. വാല്യുവേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു ഗ്രൂപ്പ് പരിചയപ്പെടുത്താനുണ്ട്. ദിസ് ഈസ് അവർ നൈസ് ട്രേഡ് പ്രീമിയം ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഒരുപാട് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇപ്പോൾ കാൻസൈൻ എറോലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് 20% ഡിസ്കൗണ്ടിലാണ് നമുക്കതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടി പറയുന്നുള്ളതാണ്. അപ്പോൾ അതിൽ കീ ഇൻസൈറ്റ് എന്ന് പറയുന്നത് FIIs ആയ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നല്ല ഫിനാൻഷ്യൽസ് ഉണ്ട്, സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് ഏഷ്യൻ പെയിൻറ്റിന് വന്നിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് അത്, കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാറ്റർ ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയായാലും സെക്ടർ തിരിച്ചു കയറുന്ന സമയത്ത് തിരിച്ചു കയറുന്നുള്ളതാണ്. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ, നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾ നമുക്ക് അണ്ടർ വാല്യൂഡ് ആയിട്ട് കിട്ടുക എന്ന് കാണുമ്പോൾ നമ്മളത് വാങ്ങിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വാങ്ങിക്കുന്നത് ഡിസ്കൗണ്ടിലാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഫെയർ വാല്യൂ അറിയണം. സോ അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രീമിയം സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളുടെ ഫെയർ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തരാം എന്നുള്ളതാണ്. ഒരാൾക്ക് മാസം 10 മുതൽ 15 വരെ സ്റ്റോക്കുകൾ നമ്മൾ വാല്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ മെമ്പേഴ്സ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പല പ്രൈസ് ആക്ഷൻ വീഡിയോകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്പേഴ്സ് കൊണ്ടുവരുന്ന സ്റ്റോക്കുകൾ ഇപ്പോൾ ഇതുപോലെ നമ്മൾ ആവശ്യമുള്ള വീഡിയോ എന്താണെന്ന് ചോദിക്കും. സോ മെമ്പേഴ്സിൻ്റെ ഒരു ഇത് പ്രകാരം നമ്മൾ അതിന് പുതിയ വീഡിയോകൾ എക്സ്ക്ലൂസീവായിട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഒരുപാട് പേര് നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ നല്ല നല്ല സ്റ്റോക്കുകൾ മെമ്പേഴ്സും കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ ടെൻല പ്ലാറ്റ്ഫോമൊക്കെ അജി പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ നോട്ട് ചെയ്ത് കൊണ്ടുവന്നാണ്. അതിൻ്റെ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോൾ ലോങ് ടേമിലേക്ക് ഏകദേശം 40% അണ്ടർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റി. പല മെത്തേഡിലൂടെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആസ് എ PhD ഹോൾഡർ ഇൻ ദ ഫീൽഡ് ഓഫ് കമ്പനി വാല്യുവേഷൻ ഐ യൂസ് മൾട്ടിപ്പിൾ മെത്തേഡ് ടു വാല്യൂ ദീസ് കൈൻഡ് ഓഫ് സ്റ്റോക്സ്. സോ അത്തരത്തിൽ സർവീസുകൾ പലരും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരം സർവീസുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഐ ക്യാൻ ആഡ് യു ഇൻ ദ ഗ്രൂപ്പ്. ബട്ട് റിമെമ്പർ ദാറ്റ് ഓൺലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഗ്രൂപ്പ് യൂസ്ഫുൾ ആവുള്ളൂ. ഒരു ബിഗിനർക്ക് ഒരിക്കലും ഈ ഒരു ഗ്രൂപ്പ് യൂസ്ഫുൾ ആവാൻ സാധ്യതയില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ചെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടും ട്രേഡ് ചെയ്തിട്ടും പരിചയമുള്ള ആളുകൾക്കാണ് ഞാൻ ഈ ഗ്രൂപ്പ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടൂൾ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ബ്രേക്ക് ഔട്ട് സ്കാനർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസിലൂടെ സ്റ്റോക്ക് കണ്ടെത്തുന്ന ആളാണെങ്കിൽ ആ സ്റ്റോക്ക് ഫെയർ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ സ്റ്റോക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓവർ വാല്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് വീണ്ടും നല്ല അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് ആ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത്. സോ ഇത്തരത്തിൽ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ ദിവസേന ഒരു സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ സെറ്റപ്പ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്, അത് കൺസിഡർ ചെയ്യാനുള്ള ഫാക്ടേഴ്സ്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 60 വയസ്സിനൊക്കെ മേലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ 25ഉം 30ഉം കൊല്ലം മീൻസ് ആയിട്ടുള്ള മെമ്പേഴ്സൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യുവേഷൻ അവരെ അസിസ്റ്റ് ചെയ്യാൻ ഇത്രയും കാലം ആയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. സോ ദിസ് ഈസ് എ വെരി ഗുഡ് തിങ് ഫോർ ദം ടു. അതായത് ലോങ് ടേമിലേക്ക് അവരിങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ എപ്പോഴാണോ ഭയങ്കരമായിട്ട് ഹയർ ഓവർ വാല്യൂഡ് ആവുന്നത് ആ സമയത്ത് അവർക്ക് അതിന് ബുക്ക് ചെയ്തിട്ട് പിന്നെ എപ്പോഴാണോ അണ്ടർ വാല്യൂഡ് ആവുന്നത് ആ സമയത്ത് വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനൊക്കെ പറ്റും. സോ ദിസ് ഈസ് ആൻ ഓൺ ഗോയിങ് സർവീസ്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, now let's go and value the fair value of the റെയിൽടെൽ. മാർക്കറ്റ് വാല്യൂ 440 ആണ്. PE മൾട്ടിപ്പിൾ കറണ്ട് PE എന്ന് പറയുന്നത് 41.60. കറണ്ട് EPS ഇറ്റ് ഈസ് ബെഞ്ച് മാർക്ക് അഡ്ജസ്റ്റ്, കോമ്പറ്റീറ്റേഴ്സിനെ കൂടി കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. കറണ്ട് EPS എന്ന് പറയുന്നത് സോറി ദിസ് ഈസ് EPS. കറണ്ട് EPS എന്ന് പറയുന്നത് 7.99. ഫോർവേഡ് EPS
ഫോർവേഡ് പി ഇ 26.0, 26.40, ഫോർവേഡ് ഇ പി എസ് എന്ന് പറയുന്നത് 12.60. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഒരു വാല്യൂ ആണ് 24% എന്ന് പറയുന്ന വാല്യൂ ആണ് ഇതിൻ്റെ അണ്ടർ വാല്യൂഡ് അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് എന്ന് പറയുന്ന പെർസെൻറ്റേജ്. ഇവിടെ കാണുന്നതാണ് ഫെയർ വാല്യൂ. അതായത് ഫെയർ വാല്യൂ ഓഫ് ദി സ്റ്റോക്ക് എന്ന് പറയുന്നത് 332 രൂപയാണ്. 332 രൂപ എന്ന് നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് യു ക്യാൻ സി 0% ഹിയർ ഉണ്ടല്ലേ. അപ്പം 332 രൂപ ആകുമ്പോഴാണ് ആ സ്റ്റോക്ക് ഫെയർലി വാല്യൂഡ് എന്ന് പറയാം. അതിന് താഴെ നമുക്ക് എപ്പോൾ കിട്ടുമ്പോഴും ഡിസ്കൗണ്ടിൽ കിട്ടുക എന്ന് പറയാം. പക്ഷേ റെയിൽടെൽ പോലത്തെ ഒരു മൊണോപ്പൊളി കമ്പനി നമുക്ക് ഒരിക്കലും ഡിസ്കൗണ്ടിൽ കിട്ടില്ല. അത് നമ്മളുടെ വെറും വ്യാമോഹം മാത്രമാണ്. അല്ലെങ്കിൽ അത്രയും മാർക്കറ്റ് ക്രാഷ് വരണം. ഇത് എപ്പോഴും കുറച്ചെങ്കിലും ഓവർ വാല്യൂഡ് ആയിട്ട് പ്രീമിയത്തിൽ കിട്ടുന്നു അപ്പം കൺസിഡർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ പ്രീമിയം നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രീമിയത്തിൽ കിട്ടുന്ന സമയത്ത് വാങ്ങി വെക്കാവുന്ന ഒരു സെഗ്മെൻ്റാണ് എപ്പോഴും മൊണോപ്പൊളി സ്റ്റോക്സ്. പ്രത്യേകിച്ച് നമ്മുടെ റെയിൽവേ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ, RVNL, IRFC ഒക്കെ പോലത്തെ സ്റ്റോക്കുകളെ പോലെ തന്നെ. സോ ഈ ഞാൻ ഇവിടെ കാണിച്ച പോലെ ഇപ്പോഴത്തെ ഒരു പ്രൈസിൽ എന്ന് പറയുന്നത് 24% ഓവർ വാല്യൂഡ് ആണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഈ 316 വരെ മുൻപ് നല്ല രീതിയിലൊരു ഇത് കിട്ടിയിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ഏരിയയാണ് ഈ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് 316. സോ അവിടെ എത്തുമ്പോൾ എത്രത്തോളം അത് മീൻസ് ഓവർ വാല്യൂഡ് ആണെന്നുള്ളത് നോക്കും. പ്രീമിയം എങ്ങനെയായാലും കുറയുമല്ലോ. സോ എത്രത്തോളം കുറയുന്നുണ്ട് എന്നുള്ളത് ഞാൻ നോക്കുവാണ്. 316 റേറ്റ് ഇട്ടു. യു ക്യാൻ സി 5.23, അതായത് 5.23% ഡിസ്കൗണ്ടിൽ പോസിബിൾ ആണ് ഇത് കിട്ടാൻ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഡിപ്പ് ദെയർ ടിൽ ദെയർ. ബട്ട് ഇൻ കേസ് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോണിൽ വാങ്ങിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് യു ക്യാൻ സി ഇവിടെ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്കുകളുള്ള ഒരു ഏരിയയാണ്. ഇവിടെ അത് ടച്ച് ചെയ്യുകയാണെങ്കിൽ മുന്നത്തെ പോലെ ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഐ ആം വെയിറ്റിംഗ് ടു ഗെറ്റ് ദിസ് സ്റ്റോക്ക് ഐദർ ഇൻ 316 ഓർ ഇവിടെ എന്തെങ്കിലും നല്ലൊരു ഇൻഡിക്കേഷൻ, നല്ലൊരു ന്യൂസ് ഒക്കെ വരികയാണെങ്കിൽ ഐ വിൽ കൺസിഡർ ബൈയിങ് ഇറ്റ് ദെൻ. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് റെയിൽടെൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മീൻസ് സ്റ്റോക്കുകൾ വാല്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ വാല്യൂ ചെയ്യണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ, യു ക്യാൻ ജോയിൻ ഇൻ ദാറ്റ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ വാല്യൂ ഇൻവെസ്റ്റിങ്ങിൽ താല്പര്യമുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്യുക. സീ യു സൂൺ വിത്ത് അനദർ ഗുഡ് വീഡിയോ.